വെൽക്കം ടു മൂന്നാർ ആൻഡ് വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. ഞങ്ങളിപ്പോൾ മൂന്നാറിലാണ് ഉള്ളത്. ഒരു 2 days ചെറിയൊരു ട്രിപ്പാണ്. ഇപ്പം ഞാനുള്ളത് എക്കോ പോയിന്റിലാണ്. അതുകൊണ്ട് എല്ലാവരും ഇവിടുന്ന് എക്കോ വരുന്നത് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന എൻ്റെ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കാം. അപ്പം മൂന്നാറിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിരിക്കും ഈ വ്ളോഗിൽ ഉണ്ടാവുക. അപ്പം ഞങ്ങൾ എക്കോ പോയിന്റിൽ നിന്ന് മടങ്ങുവാണ്. ആക്ച്വലി ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലേക്കാണ് പോകാനിരുന്നത്. അപ്പോൾ പോകുന്ന വഴി എക്കോ പോയിന്റ് കണ്ടപ്പോൾ ജസ്റ്റ് ഇവിടെ കുറച്ച് സമയം ഇരുന്നത്. നല്ല രസമുണ്ടല്ലോ ഈ സ്ഥലം. വളരെ പീസ്ഫുൾ അല്ലാത്ത സ്ഥലമാണ്. ബിക്കോസ് ഇവിടെ എക്കോ ഉണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇങ്ങനെ കൂട്ടി വിളിക്കുന്നു. എക്കോ അറിയില്ല, ടെസ്റ്റ് ചെയ്യുന്നതാണ്. എക്കോ പോയിന്റ് ആയതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് സൗണ്ട് ഉണ്ടാക്കിയിട്ട് അത് ടെസ്റ്റ് ചെയ്യണം വിചാരിച്ച് ഞാനൊന്നും സൗണ്ട് ആക്കിയിട്ടില്ല. ഒരു പ്രാവശ്യമൊക്കെ ട്രൈ ചെയ്ത് നോക്കിയ, പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ സംസാരിക്കും, ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ സൗണ്ട് കേൾക്കുന്നുണ്ടാവും. ആക്ച്വലി നമ്മുടെ ആൾക്കാർ ഉണ്ടായിരുന്നില്ല. ടോപ്പ് സ്റ്റേഷനിൽ പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഇങ്ങനെ ആളും തിരക്കും ബഹളമൊക്കെ കണ്ടപ്പോൾ നിർത്തി നോക്കിയതാണ്. ജസ്റ്റ് ഒന്ന് വന്ന് നല്ല റിലാക്സ് ചെയ്ത് ഇരിക്കാൻ പറ്റും. റിലാക്സേഷൻ നടക്കുമെന്ന് അറിയില്ല. ഒന്ന് സൈറ്റ് സീയിങ് വന്നൊരു, അതായത് എന്താ പറയുക, വീഡിയോയിൽ കണ്ട പോലെ കുറച്ച് നല്ല വിഷ്വൽസ് ഒക്കെ കാണാൻ പറ്റും. നല്ല കുറച്ച് ഫോട്ടോഗ്രാഫിക് സിനിക് ബ്യൂട്ടി ഒക്കെ ഉള്ള സ്ഥലമാണ്. ചിലപ്പോ വീക്ക് ഡേയ്സിലൊക്കെ വരുവാണ്, അധികം തിരക്കൊന്നും ഇല്ലെങ്കിൽ നല്ല പടത്തിന് കയറിയ പോലെ ഉണ്ട്. അല്ല, വീക്ക് ഡേയ്സിൽ വരുവാണെങ്കിൽ അധികം ആൾക്കാരില്ലെങ്കിൽ നല്ല സമാധാനമായിരിക്കും എന്ന് അറിയാം. അപ്പൊ നല്ല റിലാക്സ്ഡ് ആയിരിക്കും. ഇത്രയും ടൈം അശ്വിനായിരുന്നു ഡ്രൈവ് ചെയ്തത്. പക്ഷേ ഈ സ്ഥലത്തിന്റെ ബ്യൂട്ടി കണ്ടപ്പോൾ ഐ വാണ്ടഡ് ടു ഡ്രൈവ്. ഹില്ലി റോഡ്സിലൂടെ ഡ്രൈവ് ചെയ്യുന്നത് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് ആണ്. ഐ വാസ് എൻജോയിങ് എവറി ബിറ്റ് ഓഫ് ഇറ്റ്. ഞങ്ങളിപ്പം മാടുപ്പട്ടി ഡാമിലാണ് ഉള്ളത്. കറക്റ്റ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ തന്നെ വണ്ടി വന്ന് ബ്ലോക്ക് ആയിപ്പോയി. ആക്ച്വലി ഇത് റോഡും കൂടിയാണ്, ഡാമും റോഡും കൂടിയാണ്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു ട്രാഫിക് സിസ്റ്റം ഒന്നും ഇല്ല. പിന്നെ അധികം മഴയില്ലാത്തത് കൊണ്ട് നല്ല ക്ലൈമറ്റ്. ഇപ്പോൾ സമയം ഉച്ചക്ക് 1:15. പക്ഷേ ശരിക്കും ഒന്നെങ്കിൽ ഒരു ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു ലേറ്റ് ഈവനിങ് പോലെയുണ്ട്. അതുപോലെ നമ്മള് ഡാമിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതെ, ഇവിടുത്തെ പേ പാർക്കിംഗ് സ്ഥലമാണിത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയാണിത്. ഇതിലൂടെ നടന്നു പോകാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ വേറൊരു ഓപ്ഷൻ ഇല്ല, വണ്ടി വേറെ എവിടെയും വെക്കാൻ സ്ഥലവും ഉണ്ടാവില്ല. ഇനി ഞാനൊരു മുളക് ബജി കഴിക്കാൻ പോവാണ്. ഈ ക്ലൈമറ്റ് എല്ലാം ആകുമ്പോൾ മുളക് ബജി കഴിക്കാൻ ഒരു പ്രത്യേക രസമാണല്ലോ. ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ളൊരു ബോട്ടിംഗ് സെൻ്ററാണിത്. ഞങ്ങളങ്ങനെ സൺമൂൺ വാലിയിൽ ബോട്ടിംഗ് സെൻറ്ററിലെത്തി. എൻട്രൻസിൽ 40 rupees കൊടുത്തിട്ട് ഒരു ടിക്കറ്റ് എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ബോട്ടിംഗ് ടിക്കറ്റ്സ് എടുക്കേണ്ടത്. അപ്പം ഞങ്ങളെടുത്തത് ഈ ഫാമിലി ബോട്ടിംഗ്. ചിരിക്കുന്നു. ഞാൻ ജാക്കറ്റ്
അതന്നെ ഞങ്ങൾ എടുത്തത് ഫാമിലി ബോട്ടാണ്. ഈ ചവിട്ടാനും ഇതാക്കാനും വയ്യ, മടി പ്രായമായോണ്ട് വെറുതെ ഇരുന്ന് റിലാക്സ് ചെയ്ത്, അതെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ഇതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാ. ഞാനിപ്പോ ഒരു അങ്കിൾ ലുക്കിലാണ്. മാക്സിമം എൻജോയ് ചെയ്യാം. അതെ അങ്കിൾ ലുക്ക് എന്നും പറഞ്ഞ് ആദ്യമേ ജാക്കറ്റ് ഇട്ടിട്ട് ഈ കൊടയും ഇവിടെ സൈഡിൽ വെച്ച് അച്ചാച്ചൻ ലുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അതെ ഞാൻ പിന്നെ ഏകദേശം തുടങ്ങുമ്പോഴത്തേക്കും അല്ലെ പിന്നെ ജാക്കറ്റ് ഇല്ലാണ്ടിരിക്കല്ലേ, ഫോട്ടോസ് എല്ലാം നല്ലതായിട്ട് കിട്ടും. ജാക്കറ്റ് ലൈഫ് ജാക്കറ്റ് കമ്പൽസറി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു കമ്പൽസറി നമ്മൾ കയറിയപ്പോൾ തന്നെ അങ്ങ് എടുത്തു. എന്തോ ഒരു വൈബ്രേഷൻ വരുന്നുണ്ടെന്ന് ഞാനും ജാക്കറ്റ്. ഓക്കെ അപ്പം ഞാൻ വേഗം ജാക്കറ്റ് ഇടട്ടെ. വീഡിയോയിൽ പറയാൻ വേണ്ടി കാണാൻ ഭംഗി ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇടാഞ്ഞത് ഇനിയിപ്പോൾ കളി മാറും, അതുകൊണ്ട് ഞാൻ ജാക്കറ്റ് ഇടട്ടെ. കുറച്ച് സമയം ഇരുന്ന് അടുത്തപ്പോൾ ഞങ്ങൾ എണീറ്റ് നിന്നു. ആദ്യം കുറെ പേര് വന്ന് സീറ്റൊക്കെ പിടിച്ചു, മുന്നിലൊക്കെ നമ്മളാണ്. സോറി ബട്ട് ഞങ്ങൾ ജാക്കറ്റ് ഊരി, നന്നാമത് ഭയങ്കര മുഷിഞ്ഞ ജാക്കറ്റാണ്. പിന്നെ ഇവിടെ ആരും ഇടുന്നില്ല, ഇപ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് വേ ആയി. ഐ ഡോണ്ട് റിക്കമെൻഡ് കേട്ടോ, പ്ലീസ് ഫോളോ സേഫ്റ്റി ഗൈഡ് ലൈൻസ്. ബട്ട് ഇവിടെ വലിയൊരു കുഴപ്പമില്ല, അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സ്ഥലമല്ല, നോർമൽ പീസ്ഫുൾ ബോട്ടിംഗ് ആണ്. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ എൻജോയ് ചെയ്ത് ഞങ്ങൾ മൂന്നാർ ടൗണിലേക്ക് മടങ്ങി. ആൻഡ് ടൗണിലുള്ള റിപ്പിൾ ഫാക്ടറി ഔട്ട്ലെറ്റിൽ ഒരു ചായ ബ്രേക്കിന് കയറി. ഇവിടെ ഔട്ട്ലെറ്റിൽ പ്രോഡക്ട്സ് മാത്രമല്ല ഒരുപാട് വെറൈറ്റി ചായയുണ്ട്. സോ ടീ ലവേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമാണ്, മിസ് ചെയ്യേണ്ട. ഏത് ചായ കുടിക്കുന്നത്? സൂപ്പർ ടേസ്റ്റി, കാണാൻ നല്ല ഭംഗിയാണ്. ഇതിൻ്റെ കളറും ഭയങ്കരമായിട്ട് ഫ്ലേവറും തോന്നിയിട്ടില്ല. ഭയങ്കര എക്സെപ്റ്റ് ടേസ്റ്റ് ചെയ്യുന്ന രാവിലെ ഞാൻ വഴിയൊക്കെ കുടിച്ച നോർമൽ തട്ടുകടാക്കി ഭയങ്കര ടേസ്റ്റ്. അത് നല്ല ടേസ്റ്റ് ആയിരുന്നല്ലേ. ഇതിന് പേര് നോക്കണമെന്നല്ല, ഞാൻ ഉള്ള കാര്യം പറയാം. ബട്ട് യു ക്യാൻ ട്രൈ വൺസ്. നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെയും കുറേ ഫ്ലേവേഴ്സ് ഉണ്ടല്ലോ. ലിച്ചി ഐസ് ടീയാണ് ഞാൻ ട്രൈ ചെയ്തത്, കുഴപ്പമില്ല. സാധാരണ ഞാൻ ടീൻ്റെ ഓരോ ഓപ്ഷൻ എടുക്കാറില്ല, ചായ ടീ ഇഷ്ടമല്ല, ഞാൻ കോഫി പേഴ്സണാണ്. ചായ ട്രൈ ചെയ്യാം. ഇവിടെ ഇത്രയും വെറൈറ്റീസ് ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും ചായ കുടിക്കണം. പക്ഷേ ബ്ലാക്ക് ടീ ഇല്ല, വൈറ്റ് ഓപ്ഷൻ ഐസ് ടീയാണ്. ടേസ്റ്റ് ഉണ്ട്. കണ്ണൻദേവൻ ബ്രാൻഡിൻ്റെ പ്രോഡക്ട്സ് നമുക്ക് ഡയറക്റ്റ്ലി ഇവിടുന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിൽ ടീ പൗഡേഴ്സിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. ബ്ലാക്ക് ടീ, ഗ്രീൻ ടീ, പിന്നെ ഒരുപാട് ഫ്ലേവേർഡ് ആയിട്ടുള്ള ടീ പൗഡേഴ്സും അവൈലബിൾ ആണ്. ടീ പൗഡേഴ്സ് മാത്രമല്ല, കോഫി പൗഡറും പിന്നെ സ്പൈസസ്, എസൻഷ്യൽ ഓയിൽ, അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ആൻഡ് കുറച്ച് റീസണബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്.